ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ എപ്പോഴും കേരളം പറയുന്ന ഒരേ ഒരു കാര്യം കേന്ദ്രം ഫണ്ട് തരാനുണ്ട്. എന്തായാലും അതിനൊരു പൂട്ട് വീണിരിക്കുകയാണ് ഇപ്പോൾ. ബി.ജെ.പി. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. സമരം വേറൊരു വഴിത്തിരിവിലേക്കാണ്. തീർച്ചയായിട്ടും ഈ ആശാവർക്കർമാരുടെ സമരം ഒരു ചെറിയ സമരമല്ല. അതിനെ CPM വല്ലാണ്ട് ഭയപ്പെടുന്നുണ്ട്, സർക്കാരും ഭയപ്പെടുന്നുണ്ട്. ആ ഭയമാണ് അവരെ കൊണ്ട് ഈ വേലകളൊക്കെ കാണിക്കുന്നത്. രാഷ്ട്രീയത്തിൻ്റെ ഒരു രാഷ്ട്രീയ അഭ്യാസം എന്ന് മാത്രം കരുതിയാൽ മതി കേന്ദ്രം ഫണ്ട് തരാനുണ്ട് എന്ന് പറയുന്നത്. അതിനപ്പുറത്ത് അതിൽ ചില രാഷ്ട്രീയമുണ്ട്. ഉദാഹരണത്തിന് ഇവിടെ എന്ത് കുറ്റമുണ്ടെങ്കിലും അത് കേന്ദ്രത്തിൻ്റെ തലയിൽ വെക്കാം. അതാണല്ലോ കേന്ദ്രം വരിഞ്ഞു മുറുക്കി, കേന്ദ്രം ശ്വാസം മുട്ടിച്ചു. ഇപ്പോൾ ധനമന്ത്രി പോലും സഭയിൽ കഴിഞ്ഞ ദിവസം KN ബാലഗോപാൽ പറഞ്ഞത്, ഈ കേന്ദ്രം ഇത്രയൊക്കെ വരിഞ്ഞു മുറുക്കിയിട്ടും കേരളം തല ഉയർത്തി തന്നെയാണ് നിൽക്കുന്നത്. എന്ത് ഉയർത്തി നിൽക്കുന്നു എന്നായി പറയണേ? ആരോടായി പറയുന്നത്? ഈ കേരളത്തിലെ ജനങ്ങളെല്ലാം വിഡ്ഢികളാണ്. ഇവരിപ്പോഴും യാഥാർത്ഥ്യബോധത്തിലേക്ക് വന്നിട്ടില്ല. CPM കേന്ദ്രം വളരെ വ്യക്തമായിട്ട് കൊടുത്ത തുകയുടെയും ഇനി കൊടുക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെയും ഒക്കെ കണക്ക് കൃത്യമായിട്ട് പറഞ്ഞു. ബി.ജെ.പി. ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു തന്നെ പാർലമെന്റിൽ JP നഡ്ഡ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട എല്ലാ കണക്കുകളും വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് ബി.ജെ.പി. ഈ ഒരു ഐക്യദാർഢ്യ സമരവുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇതുവരെ ബി.ജെ.പി. സൈലന്റ് ആയിട്ട് ഇരിക്കുവാനുള്ള കാരണം ഇത്തരത്തിലുള്ള കൃത്യമായ ഒരു വിവര കണക്കുകൾ കിട്ടാതെയാണ്. കാരണം ഏതൊരു കാര്യത്തിനും വേണമല്ലോ നമുക്ക് കൃത്യമായ ഒരു വിവരം. ആ വിവരം കിട്ടിയതനുസരിച്ചാണ് ബി.ജെ.പി. വളരെ സ്ട്രോങ് ആയിട്ട് നാളെ മുതൽ ആശാ വർക്കേഴ്സിന്റെ കാര്യത്തിൽ മുന്നിട്ടിറങ്ങുന്നത്. അപ്പൊ കേന്ദ്രം ഫണ്ട് നൽകാനില്ല, ഇതൊരു പൊള്ളയായ കാര്യം തന്നെയാണ്. ഇപ്പൊ നമ്മള് അല്ല, ഇതിപ്പോ മിക്കവാറും CPM പാർട്ടി ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫുൾ നാടകങ്ങളാണ്. മുൻപം വിഷയത്തില് കമ്മീഷനെ നിയോഗിച്ച് ഒരു വിവരവും ഇല്ലാതെയാണ് കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്. അത് ഹൈക്കോടതി പൊളിച്ചടുക്കി കൈക്കൊടുത്തു. അപ്പൊ ഈ പല കാര്യങ്ങളിലും ഇങ്ങനെ ഒരു പൊള്ളയായ കള്ളത്തരം കൊണ്ട് അടുത്ത ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടല്ലേ? തീർച്ചയായിട്ടും ഇത് വെറും ചീപ്പ് പൊളിറ്റിക്സ് ആണ് കളിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ BJPയുടെ കാര്യം പറഞ്ഞല്ലോ, കേന്ദ്രത്തിൽ നിന്ന് കണക്കുകളെല്ലാം വ്യക്തമായി. കണക്കുകൾ വ്യക്തമായി എന്ന് മാത്രമല്ല, ലാപ്സായ ഫണ്ടിൻ്റെ കാര്യം വരെ JP നഡ്ഡ വിളിച്ചു പറഞ്ഞു. ഇപ്പം നഡ്ഡയ്ക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാൻ നിൽക്കുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്തിരിക്കുന്ന CPI-ക്കാരാണ്. CPI-ക്കാർക്ക് പോലും CPM കൃത്യമായ കണക്കും കാര്യങ്ങളും കൊടുത്തിട്ടില്ല. ഇവർ പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഈ അവകാശ ലംഘന നോട്ടീസ് കൊടുക്കുന്ന CPI-ക്കാരൻ മണ്ടനാകും, അപഹാസ്യനാകും. ഇതുമാത്രമേ നമുക്ക് പറയാനുള്ളൂ ഈ കാര്യത്തിൽ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പറഞ്ഞതുപോലെ BJPയുടെ ഒരു രാഷ്ട്രീയം അതിനകത്തുണ്ടല്ലോ. ഈ ആശാവർക്കർമാരുടെ സമരത്തെ പിന്തുണയ്ക്കുന്നു. ആ പിന്തുണയ്ക്കുന്നതിൽ BJP ആദ്യം ഒരു മെല്ലെപ്പോക്ക് സ്വീകരിച്ചു എന്ന് സംശയം എല്ലായിടത്തുനിന്നും ഉയർന്നു. കാരണം ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സമരം ചെയ്യുന്നത് ആശാവർക്കർമാരുടെ ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് മിനി എന്നൊരു നേതാവാണ്. ഈ മിനി SUCIയുടെയും മറ്റുമൊക്കെ പ്രവർത്തകയാണ്, അതിലെ നേതാവാണ്. അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. ഇപ്പോൾ CPMനെ സംബന്ധിച്ച് ഈ ഏതാണ്ട് കേരളത്തിൽ 10,26,000 ആശാവർക്കർമാരുണ്ടെന്നാണ് ഒരു ഏതാണ്ട് കണക്ക്. ഔദ്യോഗികമായ ഒരു കണക്ക്, കൃത്യമായ സംഖ്യ അല്ലെങ്കിൽ കൂടി അനൗദ്യോഗികമായിട്ട് നമുക്ക് അത്രയും പേരുണ്ടെന്ന് പറയാം. അത്രയും പേർ ബഹുഭൂരിഭാഗവും ഈ CPMൻ്റെ ട്രേഡ് യൂണിയനായ CITUവിൻ്റെ ഭാഗമാണ്. അതെപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. അവർക്ക് വലിയ ശക്തിയുണ്ട്, ഭരണമുണ്ട്, അതുകൊണ്ട് ആൾക്കാരെ കൂടുതലായിട്ട് ചേർക്കാൻ പറ്റും. പക്ഷേ മറ്റ് സംഘടനകൾക്ക് ഇപ്പോൾ INTUC, BMS, AITUC ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ പരിമിതമായ അംഗങ്ങളെ ഉള്ളൂ, അല്ലെങ്കിൽ അംഗങ്ങളില്ലെന്ന് തന്നെ പറയാം. പക്ഷേ SUCIക്ക് അങ്ങനെയല്ല, അവർക്ക് കുറച്ച് അംഗങ്ങളുണ്ട്. അവർ കൃത്യമായ നിലപാടുകളുമായിട്ട് അവരുടെ നേതാവിനും അവരുടെ പാർട്ടിക്കും ഒക്കെ ഒപ്പം നിൽക്കുന്നവരാണ്. ഇതിപ്പോൾ ഈ ആശാവർക്കർമാരുടെ ഒരു അസോസിയേഷൻ എന്ന് പറഞ്ഞാണ് അവർ രൂപീകരിച്ചിരിക്കുന്നത്. അത് SUCIയുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിലും SUCIയുടെ ബാനറിൽ ഇലക്ഷന് മത്സരിച്ച മിനിയാണ് ഇവരെ നയിക്കുന്നത്. അതൊരു സത്യമാണ്. അപ്പോൾ അത് CPMന് വലിയ നാണക്കേടാണ്. ഇപ്പോൾ BJP വളരെ ശക്തമായ പിന്തുണയുമായിട്ട്, ആദ്യം BJPയും ഒരു പാർട്ടിക്കാർ നടത്തുന്ന സമരമല്ലേ, പ്രതിപക്ഷത്താണെങ്കിൽ കൂടി അതിന് പിന്തുണ കൊടുക്കാം. അല്ലാതെ നമ്മൾ നേരിട്ട് വന്നൊരു ഇതുണ്ടാക്കണ്ട എന്ന് വിചാരിച്ചൊന്ന് മാറി നിന്നതായിരിക്കാം. പക്ഷേ ഇപ്പോൾ BJP വളരെ കൃത്യമായിട്ട് നിലപാടെടുത്തുകൊണ്ട് ആശാ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതാ. BJPയും രാവകൽ BJP ഇറങ്ങിയപ്പോഴേ തന്നെ അതാണ്ട് പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നാളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ആശാവർക്കർമാരെ. അതെ, CPMന് അതിൻ്റെ അപകടം അറിയാം. BJP ഒരു സൂചി കുത്താൻ ഇടം കൊടുത്താൽ
BJP അവിടെ കൂടെ കടന്നു കയറും, നുഴഞ്ഞു കയറും എന്ന് CPM-ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം CPM ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചത്. പക്ഷേ BJP-യെ സംബന്ധിച്ച് BJP ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ്, ഇവർക്ക് പിന്തുണയുമായിട്ടൊരു രാപകൽ സമരത്തിലേക്ക് പോവുകയാണ് എന്നാണ് കേട്ടത്. എന്തായാലും BJP-ക്കും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാവും. ആശാവർക്കർമാരെന്ന് പറയുന്നത് ഒരു ചെറിയ സംഘമല്ല. 26,000 പേരെന്ന് പറഞ്ഞാൽ അത്രയും കുടുംബങ്ങളാണ്. ഒരു കുടുംബത്തിൽ നിന്ന് ഒരു സ്ത്രീയെങ്കിലും ഈ പറയുന്നത് പോലെ ആ ജോലിക്ക് കാണും. അപ്പോൾ 26,000 കുടുംബങ്ങളാണ് മുന്നിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും, മാത്രമല്ല കേന്ദ്ര സർക്കാർ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു. ഇപ്പോൾ ഇതാ വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതൊന്നും ചെറിയ കാര്യമല്ല. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് BJP കൃത്യമായൊരു രാഷ്ട്രീയം അതിൻ്റെ പുറകിൽ കളിക്കുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ അനുമാനിക്കണം. അതായിരിക്കും ഇത്ര ചൂടോടെ അതെ, BJP രംഗത്തിറങ്ങിയപ്പോൾ തന്നെ CPM-ന് അപകടം മനസ്സിലായി. BJP വരും എന്ന സൂചന കിട്ടിയ ഉടനെ തന്നെ CPM കളം മാറ്റി. വളരെ കൃത്യമായിട്ട് ആശാവർക്കർ നമ്മൾ ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു വിഷയം തന്നെ വന്നപ്പോൾ, വിഴിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെ വന്നപ്പോൾ ആ ഒരു സമൂഹത്തിന്റെ കുറേയേറെ വോട്ടുകൾ BJP-ക്കാണ് പോയിരിക്കുന്നത്. കാരണം CPM-ന് കിട്ടേണ്ടുന്ന പല വോട്ടുകളും അവിടെ മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, കോവളം മണ്ഡലത്തിൽ 46,500-ഓളം വോട്ടുകളാണ് BJP പിടിച്ചത്. CPM-നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ശരിക്കും CPM ഇങ്ങനെ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് 300-ഓളം കുടുംബങ്ങൾ ഇപ്പം നടുവിൽ നിൽക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ CPM ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ പല ഗ്രൂപ്പുകളെ, പല സമുദായങ്ങളെയും പല രീതിയിലും വെറുപ്പിക്കുമ്പോൾ ഇത് ഇവർക്ക് തന്നെ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് CPM അത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവരിപ്പോൾ ആശാവർക്കർമാരെ, കാരണം ഈ BJP കടന്നു വരികയും കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി ഇപ്പോൾ വേതനം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്കെല്ലാം വലിയ ആശ്വാസമാണ്. 1,000 രൂപയെങ്കിലും കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് അവർ. അത്ര കഷ്ടപ്പാടുണ്ട്. 24 മണിക്കൂറും ജോലിയാണ് അവരെ സംബന്ധിച്ച്. കാരണം ഏത് പാതിരാത്രി വിളിച്ചാലും ഈ പാലിയേറ്റീവ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കിടപ്പ് രോഗികളെ നോക്കാൻ പോകണം, അവരെ ശുശ്രൂഷിക്കണം, അവർക്ക് വേണ്ടുന്ന, കാരണം രോഗം എപ്പോഴാണ് മൂർച്ഛിക്കുന്നത്. 8 മണിക്കൂർ ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഉള്ള ശമ്പളം ഒന്ന് ആലോചിച്ചു. അതെ, അതൊന്നും അവർക്ക് കിട്ടുന്നില്ല. നമ്മൾ പറഞ്ഞൂടെ, ടീച്ചേഴ്സ്, സാറന്മാര്, അധ്യാപകരെന്ന് പറയുന്നത് സമൂഹത്തിൽ ഒരു പ്രധാന കർത്തവ്യം വഹിക്കുന്ന ഒരു വിഭാഗം തന്നെയാണെങ്കിലും അവർക്കൊക്കെയുള്ള ശമ്പളത്തിന്റെ ഒരു കാൽഭാഗം പോലും ഇല്ല. അവരൊരു 7 മണിക്കൂർ വർക്ക്, ശനിയാഴ്ച അവധി എടുക്കാം, ഞായറാഴ്ച അവധി എടുക്കാം, വെക്കേഷൻ അവധികളുണ്ട്, ഇത്തരത്തിൽ അവർക്ക് അവധി. പക്ഷെ ആശാ പ്രവർത്തകർ എന്ന് പറയുന്നത് അവര് രാവിലെ ചിലപ്പോൾ 6 മണിക്കൊക്കെയാണ് ഇറങ്ങുന്നത്. കാരണം ഓരോ അർദ്ധരാത്രിയിൽ വിളിച്ചാലും അവർ പോയേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അവർക്ക് ഈ പറഞ്ഞതുപോലെ കേന്ദ്രം ആനുകൂല്യങ്ങൾ കൂടുതൽ പ്രഖ്യാപിക്കുകയും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം BJP-ക്ക് കിട്ടരുത്. അത് BJP-ക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി CPM കൃത്യമായ രാഷ്ട്രീയ കളിയാണ് കളിക്കുന്നത്. അത് ഞാൻ പറയുന്നത്, ഇതിനകത്ത് രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കാം. സർക്കാർ ഇപ്പോഴെങ്കിലും കണ്ണു തുറന്നല്ലോ, നല്ല കാര്യം, നമ്മളതിനെ സ്വാഗതം ചെയ്യണം. കാരണം ഇവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി, അവരുമായി ചർച്ച ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, അവരുടെ പരാതികൾ കേട്ട് അതിന് എത്രയും പെട്ടെന്ന് ശാശ്വതമായ പരിഹാരം, ചെയ്യാൻ പറ്റുന്ന പരിഹാരം, ഞാൻ പറയുന്നത് അവർ ചോദിക്കുന്നത് എല്ലാം കൊടുക്കണമെന്നല്ല, പക്ഷേ ചെയ്യാൻ പറ്റുന്നിടത്തോളം മാനദണ്ഡങ്ങൾ പിൻവലിച്ചു എന്നുള്ളത് അത് നല്ല കാര്യം. പക്ഷെ എന്നിട്ടും ആശാ വർക്കേഴ്സ് അത് സ്വീകരിച്ചിട്ടില്ല. അവരതിനെ സ്വാഗതം ചെയ്തു. പക്ഷേ അവർ അതുകൊണ്ട് സമരം പിൻവലിക്കാൻ അവർ മാനദണ്ഡങ്ങൾ മാറ്റിയിട്ട് എന്താണ് കാര്യം? അവർക്ക് അത് മാത്രം പോരാ. അവരുന്നയിക്കുന്ന എല്ലാ ആവശ്യങ്ങളും സർക്കാർ അനുഭാവപൂർണ്ണം പരിഗണിക്കേണ്ടതാണ്. അതിൽ ചെയ്യാൻ പറ്റുന്നിടത്തോളം. ശരിയാണ്, കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഇവിടെ മാറി മാറി ഭരിച്ച സർക്കാരുകൾക്കൊക്കെ അതിന് ഉത്തരവാദിത്വമുണ്ട്. ഈ പറയുന്നത് പോലെ ഒരു MLA പോലും ഇല്ലാത്ത ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയായ BJP-ക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അവരും ഇതിന് ഉത്തരവാദികളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആശാ വർക്കർമാരുടെ ആവശ്യങ്ങൾ, അവരുടെ ആവലാതികൾ, അവരുടെ പരാതികൾ അനുഭാവപൂർണ്ണം പരിഗണിച്ച് ചെയ്യാൻ പറ്റുന്നിടത്തോളം കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ സർക്കാരിനോട് പറയാനുള്ളത്. സർക്കാർ അതിൽ എത്രയും വേഗം നടപടി സ്വീകരിച്ച് ഈ ചർച്ച വളരെ പോസിറ്റീവായി വരട്ടെ. ഈ പറയുന്നത് പോലെ അവരുടെ ആവശ്യങ്ങൾ ഏറ്റവും രമ്യമായി പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ പോകട്ടെ. അതിന് കേന്ദ്രത്തിൽ നിന്ന് എത്രത്തോളം വാങ്ങിയെടുക്കാമോ അത്രത്തോളം വാങ്ങിയെടുക്കാനുള്ള പരിശ്രമം കൂടി സർക്കാർ ചെയ്യണം. ഒരു കാരണവശാലും കേന്ദ്രത്തിനോട് ഏറ്റുമുട്ടി കിട്ടാനുള്ള ഫണ്ട് ലാപ്സാക്കി കളയരുത്, പാഴാക്കി കളയരുത് എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് സർക്കാരിനോട് പറയാനുള്ളത്. ദയവായി ഈ നട്ടരിയാനം വെയിലത്ത്
സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടു റോഡിൽ സമരം നമ്മുടെ ചെയ്യുന്ന ജനതയ്ക്ക് വേണ്ടി ആശാവർക്കർമാർ, പ്രവർത്തിക്കുക. അതെ, രാഷ്ട്രീയം മാറ്റി ആശാവർക്കർമാരുടെ വെക്കുക, ജനതയ്ക്ക് വേണ്ടി വേദന മനസ്സിലാക്കൂ, അവരെയും കൈപിടിച്ച് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമം നടത്തൂ എന്ന് മാത്രമേ പറയാനുള്ളൂ.